ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് ഈവനിങ്. അൽ മസ്കറ്റ് സീരീസിൻ്റെ മെയിൻ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരാളിരിക്കുന്നു, ബാക്കിലൊരു വണ്ടി. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നടക്കാനിറങ്ങിയതാണ്. അപ്പോൾ ഒരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു എറ്റ് അനദർ വ്ളോഗ്. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ നടക്കാൻ പോകുന്നതിൻ്റെ വ്ളോഗ് എടുക്കുന്നത്. ഞാൻ നമ്മുടെ ലാസ്റ്റ് ഒരു മെയിൻ വ്ളോഗ് വന്ന ശേഷം നടക്കാൻ കുറച്ച് പോകുന്നില്ലായിരുന്നു വളം കൊണ്ട്. പിന്നെ നമ്മളെ ഗെയിമിംഗ് ചാനലിൽ ഒരു കണ്ടൻറ്റൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോയി. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റെ ഒരു പിക്കപ്പാണിത്. ഞാൻ വിചാരിച്ചു വേറെ എന്തോ ഒരു വണ്ടി ആയിരിക്കും. ടൊയോട്ടോ എന്ന് കണ്ടപ്പോൾ ഞാൻ ടൊയോട്ടയുടെ വേറെ എന്തെങ്കിലും ടൊയോട്ടയുടെ പിക്കപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചത്. ഇത് ലാൻഡ് ക്രൂസറിൻ്റെ വണ്ടിയാണ് ഞാൻ ഇപ്പോൾ അടുത്ത് വന്നപ്പോഴാണ് കണ്ടത്. ഇതല്ല കാണിക്കാൻ ഉദ്ദേശിച്ചത്, ആ കിടക്കുന്ന മുതലിനെയാണ് നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിച്ചത്. അതൊരു ഡോഡ്ജാണ് ആ കിടക്കുന്നത്. ആരോരുമില്ലാണ്ട് ഒരു വെളിയിൽ കിടക്കുന്നത് ഒരു ഡോഡ്ജിൻ്റെ വണ്ടിയാണ്. ഡോഡ്ജ് ചാർജറാണ് ആ കിടക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊത്തിക്കൊണ്ട് പോകും ആൾക്കാർ. കണ്ട ഡോഡ്ജ് ചാർജർ കൊത്തിക്കൊണ്ട് നാട്ടിലേക്ക് മറ്റേ കില്ലാടി വണ്ടികളാണ് ഇവിടെ ഈ വെളിയിൽ പൊടി അടിച്ച് കിടക്കണം. എനിക്കിത് കാണുമ്പോഴാണ് സങ്കടം വരുന്നത് ഗൈസ്. നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. ഇതുപോലെ കുറേ വണ്ടിയുണ്ട്. നമ്മൾ ഗെയിമിംഗ് ചാനലിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്ന മുതലുകളാണ് ഈ കിടക്കണം. നമ്മൾ ആ മേളിൽ കുത്തിയിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇവന്മാർ വണ്ടി പാതിരാത്രിക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ കണ്ട. ഈ വണ്ടികളൊക്കെയാണ് ആ വണ്ടികൾ. അതൊന്ന് കാണിക്കാൻ വന്നതാണ്. ഇതാണ് നമ്മളിവിടെ കുത്തിയിരുന്നാണ് നമ്മുടെ കണ്ടൻറ്റുകൾക്ക് വോയിസ് ഓവർ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് നമ്മൾ കുറച്ചായിട്ട് നമ്മുടെ ഒരു ഗെയിമിംഗ് ചാനലിൽ കുറച്ച് കണ്ടൻറ്റിന് വേണ്ടി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുന്നുണ്ട്, വീഡിയോ എടുക്കുന്നില്ലായിരുന്നു. അല്ല, ഒരാൾക്കാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങുന്നത് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ബഹളമാണ് നമുക്കിങ്ങനെ കാണുന്നത്, പുറത്തോട്ട് ഇറങ്ങുന്നത്. ബൈ ദ വേ ഞാൻ മുണ്ടുകൊടുത്താണ് നടക്കുന്നത്, അതൊരു കാര്യം. ഈ മുണ്ടുകൊടുത്താണ് ഈ തെരുവ് വീതികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ഇവിടെ കൂടെ മുണ്ടുകൊടുക്കാൻ പാടില്ല എന്നാണെന്നാണ് നിയമം. നീ അറിഞ്ഞുകൂടാ. ആരെങ്കിലും ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ കുറച്ച് വീടും കാര്യങ്ങളും നമ്മൾ വേറെ പുതിയ വഴി ട്രൈ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു വഴി കണ്ടുപിടിക്കും, എന്നിട്ട് അതിലേക്കൂടെ നടന്ന് ആ വഴി എവിടെ ചെല്ലുമെന്ന് നോക്കും. എന്നിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്, രണ്ടാമത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെ നമ്മൾ കുറച്ചായിട്ട് ഇറങ്ങുന്നില്ലായിരുന്നു, അതുകൊണ്ടൊക്കെയാണ് ഒരു ഇതായിട്ട് തന്നെ. പക്ഷേ ഇതൊരു മെയിൻ വ്ളോഗാണ്, ലെങ്ത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി കണ്ടൻറ്റുകൾ ഇനി ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, ഫാമിലി കണ്ടൻറ്റുകൾക്ക് സെപ്പറേറ്റ് ഒരു ചാനൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റീസ്റ്റാർട്ടല്ല, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അൽ മസ്കറ്റ് ഫാമിലി എന്ന്. അതിൻ്റെ ലിങ്ക് എന്തായാലും ഇനി തൊട്ടുള്ള വീഡിയോയുടെ താഴെ വരും. അപ്പം ഫാമിലി ബേസ്ഡ് കണ്ടൻറ്റുകൾ അവിടെ വരും. ഇതുപോലുള്ള എൻ്റെ ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ ഇവിടെ വരും. കാരണം നമ്മൾ നടന്ന് ഏതൊക്കെയോ കുറേ വഴികളെത്തി. നമ്മളിപ്പോൾ പുതിയ കുറേ വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു ലെങ്തി വ്ളോഗാണ്. കഴിഞ്ഞ വ്ളോഗ് പോലത്തെ ഷോർട്ട് വ്ളോഗ് അല്ല ഇത് ലെങ്തി വ്ളോഗാണ്. അപ്പോൾ ഇനി തൊട്ട് ഷോർട്ട് വ്ളോഗുകൾ ഷോർട്ടായിട്ടും വരും, ലെങ്തി വ്ളോഗുകൾ ലെങ്തി വ്ളോഗായിട്ടും വരും. ഫാമിലി ബേസ്ഡ് കണ്ടൻറ്റുകൾ ഫാമിലി ബേസ്ഡ് ചാനൽ, അതായത് നമ്മുടെ ഫാമിലി ചാനലിൽ വരും. അപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആണ് വരുന്നത്. എൻ്റേതായ കണ്ടൻറ്റുകൾ, എൻ്റെ തനി ഫാമിലി ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഫാമിലി ചാനലിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഒരു ജെറ്റ് വിമാനം പോകുന്നു. നമ്മൾ നടന്ന് ഇവിടെ എത്തി ഗൈസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ പുറകിൽ നിന്ന് കയറി ഇപ്പുറം വരണം. നമ്മളിവിടെ ഇപ്പോൾ ഈ നടക്കാൻ ഇറങ്ങുന്ന പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കണ്ടതേ. ഒരാൾക്കാണെങ്കിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ കാണുന്ന ബഹളം, ചിരി, കളി, ഇടയ്ക്ക് ഫോൺ തട്ടൽ, ഫോണിൽ കൂടെ ഈ വീഡിയോ കാണുമ്പോൾ ഒക്കെ ഭയങ്കര സന്തോഷം. പിന്നെ ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവൾക്കാണെങ്കിൽ ഇങ്ങനെ പുറത്തിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ്. കുറച്ച് നാളായിട്ട് പുറത്തിറങ്ങാത്തതുകൊണ്ട് ഞാൻ എവിടെ പോയാലും അപ്പം ചാടി എൻ്റെ മേത്ത് കയറും. അപ്പോൾ ഇപ്പോൾ കൊണ്ടുപോകാതെ പറ്റിക്കുന്ന കാരണം ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചായിട്ട് അവൾ ദേഷ്യത്തിലായിരുന്നു. ഇപ്പോൾ അവൾക്ക് ദേഷ്യം മാറിയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ നല്ല കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ കണ്ടില്ല, പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ഈ ഒരു പ്രദേശം കാണാൻ. പിന്നെ ഇവിടുത്തെ ഒരു സീൻ അവിടെ ഒരു ഒമാൻ്റെ ഫ്ലാഗ് പറക്കുന്നുണ്ട്. അതെന്തോ ഭയങ്കര ഏരിയയാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ കുറേ ഇവിടത്തേക്ക് സീനറി കാണാൻ എനിക്ക് നല്ല രസമുണ്ട്. പിന്നെ ഈ വൈകിട്ട് സമയമാണ് ആ വിദൂരതയിൽ കാണുന്നത് നമ്മുടെ ഹൈവേ ആണ്. ആ വിദൂരതയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഒമാൻ്റെ കൊടിയുണ്ട്. അപ്പുറം ഇപ്പുറമൊക്കെ ചുമ്മാ ഒമാൻ്റെ കൊടികളാണ് ആ സ്ഥലത്ത് കാണുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താണെന്ന്. എന്തെങ്കിലും ഇവിടെ ഉള്ളവർക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബിലോ. പിന്നെ ഇവിടെ കൂടെ മുണ്ടെടുത്ത് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പോലീസൊക്കെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നത്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക.
ഒരാൾക്ക് എൻ്റെ മുണ്ടേ നോക്കുന്നു, ഫോണേ നോക്കുന്നു, എല്ലായിടം നോക്കണം. എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. കാര്യം അവളെ നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നു. പിന്നെ എൻ്റെ ഫോൺ കേസിൻ്റെ ബാക്ക് നല്ല രസമാണ് കാണാൻ. നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ആദ്യമായിട്ടായിരിക്കും ഒരാൾ ഒമാനിൽ, അതും ഒമാൻ മസ്കറ്റിൽ, ഈ ഒരു സ്ഥലത്തൂടെ, മസ്കറ്റ് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആരുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എവിടെ പോയാലും മലയാളികൾ ഒന്നെങ്കിൽ പാൻറ്റ് അല്ലെങ്കിൽ നിക്കർ ഒക്കെ ഇട്ടാണ് നടക്കാറിറങ്ങുന്നത്. ദ ഹിസ്റ്ററി ഓഫ് ഒമാൻ എനിക്ക് കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എത്രത്തോളം വ്യക്തമാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മുണ്ടിട്ടിട്ടുണ്ട്. ഇത് കണ്ടോ, മുണ്ട് കൊടുത്ത് അത് ഞാൻ നേരെ കാണുന്നത് NH ആണ്. NH മീൻസ് ഹൈവേ ആണ് കാണുന്നത്. ദൂരെ കാണാൻ ഹൈവേ കാണാം. അല്ല, ഇതൊരു മെയിൻ റോഡ് തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം വണ്ടികളൊക്കെ പോകുന്ന റോഡ് തന്നെയാണ്. എന്താണ് പറയണ്ടോ? അല്ലേ അത് പറയണ്ടോ? അത് തന്നെ അവർക്കും കണ്ടിട്ട് എന്തോ കാര്യമായിട്ടുള്ള ഇത് പറ്റിയിട്ടുണ്ടെന്നാണ് വിചാരം. നാട്ടുകാരെല്ലാം ഇതിലെ കൂടെ പോകുന്നവരൊക്കെ നോക്കുന്നുണ്ട്. ഒരുത്ത മുണ്ട് കൊടുത്തിട്ട് കൊച്ചിനെയും പിടിച്ച് ഇതിലെ കൂടെ നടക്കണം. എന്താ ഈ കൊച്ചുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ആരും വന്ന് തല്ലാത്തത്. ഇല്ലെങ്കിൽ നാട്ടുകാരെ എനിക്ക് തോന്നുന്നത് തല്ലുമെന്ന്. കാര്യം എല്ലാവരും നോക്കിയിട്ടാണ് പോകുന്നത്. ഇതൊരു മെയിൻ സ്ട്രീറ്റാണ്, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. നടന്ന് നമ്മൾ എത്തി. ഇതെന്തരുത്, ഇതെന്തൊരു സാധനം. ഓക്കെ, ഒരു സ്ട്രീറ്റിൽ കൂടെയാണ് ഞാൻ ഈ പരുവത്തിൽ നടക്കുന്നത്. കാണാൻ പറ്റുള്ളത് കണ്ടാ മുണ്ട്, അത് കറുത്ത മുണ്ട് വിത്തൊരു കൊച്ച്. പിന്നെ എൻ്റെ കയ്യിൽ ഫോണ്. ഈ ഫോണ് ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഓക്കെ, ഈ വീഡിയോ ഓണായിക്കൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോൾ നടക്കാൻ മുണ്ട് കൊടുത്ത് നടക്കാറിയാലും മിക്കവരും ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു പുള്ളിക്കാരൻ, ആൾ പക്ഷേ ഹിന്ദിക്കാരനാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടുത്തുകാരനാണെന്ന് എനിക്കറിയത്തില്ല. ആൾ ഹിന്ദിയിൽ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചത്. അപ്പോൾ പുള്ളി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ആർ ഫ്രം സൗത്ത് ഇന്ത്യൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. യു ആർ ഫ്രം സൗത്ത് ഇന്ത്യ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അതേ എന്ന് പറഞ്ഞു. പുള്ളി ചോദിച്ച് തമിഴ്നാട്ടിൽ നിന്നാണോ എന്ന് ചോദിച്ചത്. ഞാൻ ആദ്യം ചോദിച്ചത് തമിഴ്നാട്ടിൽ നിന്നാണെന്നാണ് ചോദിച്ചത്. അവരാണ് മുൻപ് കൊടുക്കണമെന്നാണ് അവർ വിചാരിച്ചത്. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണ് പറഞ്ഞത്. പുള്ളി ഒന്ന് ഞെട്ടി. എന്നിട്ട് പുള്ളി ആർക്ക് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. കൊണ്ടോട്ടി പുള്ളിയുടെ ഭാര്യയ്ക്കെങ്ങാണ്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. പുള്ളിയുടെ ഭാര്യ വരെ കാണിച്ചു കൊടുക്കണം. മുണ്ട് കൊടുത്തുകൊണ്ട് ഇതാണ് അവരുടെ ഇതെന്നും പറഞ്ഞ് എന്നെ കാണിച്ചു കൊടുക്കണം. സോ നമ്മൾ ഈ ഒമാനിൽ നമ്മുടെ കറുത്ത മുണ്ട് ഫേമസ് ആക്കിയിരിക്കുന്നത്. അതിനുള്ള പരിപാടിയാണ്. എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളപ്പം ഒമാനിൽ ഇത് ഫേമസ് ആക്കിയിരിക്കും. നമ്മൾ കുഞ്ഞു വ്ളോഗല്ലേ ചെയ്തിട്ടുള്ളൂ. ഇതൊരു വലിയ വ്ളോഗാക്കി ഞാൻ എടുക്കാൻ പോവാണ്. എല്ലാവരും റിയാക്ഷൻ എടുക്കണമെന്നുണ്ട്. പക്ഷേ അവർ തെറി വിളിക്കും. നമുക്ക് ഒന്നാമത് വരിയില്ലാത്ത സ്ഥലം. അടി വന്നാൽ ഓടാൻ പോലും എനിക്ക് വഴി അറിഞ്ഞൂടാ. കണ്ട ഇപ്പോൾ തന്നെ വഴി തെറ്റി ഏതോ കാട്ടി വന്ന് നിൽക്കുക ഞാൻ. അതുകൊണ്ട് വഴി എനിക്ക് ഓടാനുള്ള വഴി പോലും അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുവിധം 1-2 റിയാക്ഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. ദൈവമേ, പോലീസ് വണ്ടിയാണോ വന്നത്? എന്നെ പിടിച്ചോണ്ട് പോകാൻ വരുവാണ് അവരെ തീവ്രവാദിയാണെന്ന് പറഞ്ഞ്. എന്തായാലും ഉടനെ നമുക്ക് റിയാക്ഷൻ കിട്ടണമൊക്കെ ഞാൻ എടുത്ത് കാണിക്കാം, പറ്റുവാണെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി വായി നോക്കി നിൽക്കുന്നതല്ലാണ്ട് വേറെ ആരും റിയാക്ഷനൊന്നും തരുന്നില്ല. അവിടെ ഒരു ബാർബർ ഷോപ്പ്, ഇവിടെ ഒരു ബാർബർ ഷോപ്പ്. ഇത് മറ്റേ സാധനം, നമ്മുടെ വണ്ടിയൊക്കെ കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന സാധനം. എന്തായാലും പറയുന്ന ടോയ് ട്രക്ക് അത് തന്നെ, ആ സാധനമാണത്. അല്ലാണ്ട് പോലീസ് വണ്ടിയല്ല. ഞാൻ സൈറൻ കണ്ടപ്പോൾ വിചാരിച്ചു പോലീസ് നമ്മളെ തൂക്കാൻ വന്നായിരിക്കുമെന്ന്. ഇതൊരു സാധനം കണ്ട്, ഇത് കണ്ടു. ഇവിടെ ഒമാൻ്റെ കൊടിയുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ ബൂത്ത് അല്ലെങ്കിൽ എന്താ പറയുന്നതിന്, നമ്മുടെ പണ്ടത്തെ ഒരു നെസ്റ്റു സാധനം. ഇത് ഞാൻ മറ്റേ അറബി ഒട്ടകത്തിനകത്ത് മുകേഷ് ഏട്ടൻ വിളിക്കുമ്പോഴാണ് ഞാൻ ഈ ഗൾഫിലത്തെ മറ്റേ സാധനം കാണുന്നത്. ഫോൺ ആ ദൂരെ കാണുന്നതാണ് പള്ളി. നമ്മളപ്പോൾ അവിടെ നിന്ന് വായി നോക്കിക്കഴിഞ്ഞാൽ ഇറങ്ങിയത് അതാണ് ആ റോഡ്. ഒരു പയ്യൻ പുറകെ വരുന്നുണ്ട് എന്നെ ഫോളോ ചെയ്ത്. ചെക്ക മുണ്ട് കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിപ്പോണ്ട്. നമ്മളപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് ഈ റോഡിലേക്ക് കയറി. നമുക്ക് ഇനി ഇവിടെ വായി നോക്കിയിരിക്കാം. ഇത് നമ്മുടെ മറ്റേ പള്ളീൻ്റെ ഭാഗമാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആ റോഡിൽ കൂടെ കാണുന്നത് അതാണെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങോട്ട് നടക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തായാലും നോക്കാം. ഒരാൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. എന്താണ് പ്രശ്നം? എന്താണ് പറയൂ, മണത്തിൻ്റെ പ്രശ്നം എന്താണ്? ആൾ ചൂടത്തിരുന്നിരുന്ന് പുകഞ്ഞ് കത്തിയിരിക്കുകയാണ്. ഒരു പരുവായി, മുഖമൊക്കെ ചുമന്നു തോന്നുന്നു ചൂട് കാരണം. എന്നാലും പക്ഷേ ഞാനിങ്ങനെ വീടിൽ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ തോന്നാക്കി ഇരുന്നുള്ളൂ. നമ്മൾ വന്ന് കയറിയ സ്ഥലം മറ്റേ ഈ സ്ഥലം. ഞാൻ ഇന്നലെ ഞാൻ പോയപ്പോൾ നോക്കി വെച്ച സ്ഥലം ഇത്. ഈ വഴി എങ്ങോട്ട് ചെല്ലുമെന്ന് എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മളപ്പോൾ ആ പള്ളീൻ്റെ ഈ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതെ, ഇതും ഒരു വഴിയുണ്ട്, അവിടെ ഈ വഴിയുണ്ട്. ഇവിടെ ഒരു വേസ്റ്റ് ബിന്ന് ചെറുപ്പം പറയുന്നുണ്ട് കേട്ടാ. നമ്മൾ ഇന്നലെ ഇവിടെ കൊണ്ട് നടന്നത് ഇവിടം വരെ വന്നിപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷമാണ് ഇങ്ങോട്ട് ഇപ്പോൾ വന്ന് കയറേണ്ടത്. ആ റോഡ് ക്രോസ് ചെയ്യട്ടെ. അയ്യോ അമ്മച്ചി, ദ ഹിസ്റ്ററി മറ്റേ പവർഫുൾ പീപ്പിൾ കമ്മിങ് ഫ്രം പവർഫുൾ പ്ലേസസ്. ഇതെനിക്ക് മൊത്തത്തിൽ കാണിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ ഏത് രീതിയിലാണ് നടക്കണമെന്ന്. പക്ഷേ ഇത് ഞാൻ മാത്രമാണ് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒട്ടും അറിയാൻ പറ്റിയല്ല. പക്ഷേ ഞാൻ മുണ്ട് കൊടുത്തുകൊണ്ടൊക്കെയാണ് ഈ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കണം. നല്ല രസമുണ്ട് ഈ പരിപാടി. റിയാക്ഷനൊക്കെ അധികം കിട്ടിയിട്ടൊന്നുമില്ല, വലിയ റിയാക്ഷനൊന്നുമില്ല. എന്താണ് എനിക്ക് എന്താണ് വേണം റിയാക്ഷനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അതിപ്പോൾ ആ കറി വന്ന പുള്ളിക്കാരൻ ഒരു റിയാക്ഷൻ ഇട്ടിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ നോക്കി അവനടാ ഇവനെന്ന്. അത് കറുത്ത ഉണ്ടായതുകൊണ്ട് എടുത്തെറിയും. പിന്നെ മലയാളികൾ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും മലയാളിയാണ്. എൻ്റെ സൂര്യനൊക്കെ അസ്തമിച്ച് നല്ലൊരു പവർഫുൾ ബാക്ക്ഗ്രൗണ്ട് ഗൈസ്. ഇവിടുത്തെ മറ്റേ ഇത് കൊള്ള സീനറിയൊക്കെ മെയിൻ സാധനത്തില്ലേ. ഞാൻ ഇന്നലെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഈ വണ്ടി കണ്ടോ നമ്മുടെ എന്തായാലും പേര് മസ്താങ്ങല്ലേ ഇത്? അത് തന്നെ മസ്താങ്. ഞാൻ ഇന്നലെ വന്നപ്പോൾ ഇത് കണ്ടതാണ് ഈ വണ്ടി. ഇന്നലെ വീഡിയോ എടുക്കാൻ
ഓ സാർ കിട്ടിയില്ല. ഫോർഡ് മസ്താങ് അല്ലേ കിടക്കണേ? മസ്താങ് കാണാം. അത് GT നിസാൻ GT ആണോ? ഇത് പക്ഷേ കുതിരൻ്റെ പടം ഉണ്ടല്ലോ മോനെ. സാധനം നോക്ക് 5.03. അതന്നെ ഇന്നലെ കണ്ടോ GT മോനെ. ഇച്ചാതി സാധനം ഇന്നലെ ഞാൻ വേണ്ടി കണ്ടതാണ് ഇവിടെ വന്നപ്പോൾ. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോണില്ലായിരുന്നു എൻ്റെ കയ്യിൽ. 2 ഫോണും ഇല്ലായിരുന്നു, ചാർജ് ഇട്ടിരിക്കുന്നു മോനെ. നിസാൻ GT-R അല്ലേ? അല്ലേ അതെ. നമ്മൾ വീണ്ടും അവിടെ കാണുന്നു സൂര്യൻ അസ്തമിക്കുന്നു. പള്ളി ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. GT എൻ്റെ മോനെ. ഐസ് ഈ നിങ്ങൾക്ക് മറ്റേ ഒമാനി എന്നൊക്കെ കിടിലം വണ്ടികളൊക്കെ നമ്മുടെ കേരളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ വീഡിയോ തന്നെ ഉണ്ട്. ഞാൻ അന്നേരം വിശ്വസിച്ചില്ല. പക്ഷേ ഇത് കണ്ടോ അത് സാധനമൊക്കെ കിടക്കാൻ നേരത്തെ ഉണ്ടോ നിങ്ങൾ? ഇപ്പോൾ GT നേരത്തെ ഏത് വണ്ടിയായിരുന്നു കാണിച്ചത്? ഏതൊരു വണ്ടി നിങ്ങളെ കാണിച്ചില്ലേ? ഇതുപോലെ കുറേ വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. വെറുതെ ഇത് കണ്ടോ പൊടി അടിച്ച് കിടക്കും. ഇതൊക്കെ വെറുതെ ഇതുപോലെ കുറേ വണ്ടി പൊടി അടിച്ച് കിടക്കും. ഇതൊക്കെ കിയേൻ്റെ കാറ്. അവിടെ വേറെ എന്താ കാർ കിടപ്പുണ്ട്? അതൊന്നുമല്ല. ബെൻസൊക്കെ ഇവിടെ ചുമ്മാ അതായത് ഇല്ല വരുന്നൊരു ബെൻസല്ലേ വരുന്നത്? അത് തന്നെ ബെൻസല്ലേ അത് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ചിലപ്പോൾ മറ്റേ ഇവിടുത്തെ അതിൻ്റെ ലോക്കൽ ബ്രാൻഡാണെന്ന് തോന്നുന്നു. അവിടെ നമ്മളെ ചില വണ്ടികളൊക്കെ ആയിട്ട് സാമ്യമുള്ള കുറേ വണ്ടികളുണ്ട്. പക്ഷേ ഇത് ഒരു സംഭവമാണ് മോനെ GT. ഞാൻ ഒന്ന് ഫോട്ടോ എടുത്തു. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരാണ് അൽ ഖാദർ സ്ട്രീറ്റ്. അവിടെ ഒരു പുള്ളിക്കാരി നിൽപ്പുണ്ട്, പെൺകൊച്ചെ. ഞാൻ നടന്നു തന്നെയാണെന്ന് തോന്നുന്നു വീഡിയോ എടുക്കണം. ഞാൻ മുണ്ടെടുത്ത് നടന്നു തന്നെ കണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിരിക്കുന്നുണ്ടപ്പോഴത്തേക്ക് ആൾ മാറി. സോ നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് അൽ ഖാദർ സ്ട്രീറ്റ് എന്നാണ്. ഇവിടെ ഈ പള്ളിയുണ്ട്. അപ്പോൾ ഇവിടെ ദ ഹിസ്റ്ററി ആ കാർ പോകുന്നവർ നോക്കണം, കാർ പോകുന്നവർ നോക്കുന്നുണ്ട്. പട്ടരുത്. ദ ഹിസ്റ്ററി അൽ ഖാദർ സ്ട്രീറ്റിൻ്റെ ഹിസ്റ്ററിയിൽ ഞാൻ ഇവിടെ കൂടെയാണ്, അതിൻ്റെ തെരുവോരങ്ങളിലൂടെയാണ് ഞാൻ മുണ്ടെടുത്ത് നടക്കുന്നത്. അവിടെ ആ ചേച്ചിയും കൊച്ചും കൂടെ അങ്ങോട്ട് കൊണ്ട് അവിടെ ഒരു സാധനം അപ്പം ഡോഡ്ജ്. അതും ഡോഡ്ജ് തന്നെ. അതുകൊണ്ട് ഡോഡ്ജ് ഞാൻ മോനെ. ആ ദൂരത്തൊരു ഡോഡ്ജ് കിടപ്പുണ്ട്. ഞാൻ ഒന്നത് അതിൻ്റെ അടുത്ത് പോട്ടെ. അതെ അവരാണ് വീഡിയോ എടുത്തോണ്ടിരുന്നത്. നമ്മളെയാണ് എടുക്കണമെന്ന് അറിയത്തില്ല. അവിടെ നിൽപ്പുണ്ട്. മലയാളികളാണെന്ന് തോന്നുന്നു കേട്ടോ. മുണ്ടെടുത്ത് തന്നെ കണ്ടപ്പോൾ എടുത്തതിൻ്റെ അതാണ് അവിടെ നിൽപ്പുണ്ട് അവർ. അപ്പം നമുക്ക് ആ ഡോഡ്ജിൻ്റെ അടുത്ത് തുറന്ന് പോയിട്ട് വരാം. വെറുതെ എൻ്റെ കൂടെ ഇരുന്ന് ഫോണെ തട്ടി കളിക്കട്ടി. നീയാണോ ഫോണെ തട്ടിയത്? ആ ഡോഡ്ജിൻ്റെ അടുത്ത് തുറന്ന് പോയിട്ട് വരാം. അപ്പോൾ അടുത്തെത്തി വീണ്ടും. അയ്യോ ഞാൻ കതച്ച്. ഇത് കണ്ടോ ഡോഡ്ജല്ലേ ഇത്? അത് തന്നെ ഡോഡ്ജ് മോനെ. വെറുതെ പൊടി പിടിച്ച് കിടക്കുന്നത്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പൊന്നു പോലെ കൊണ്ടുപോകും ഗൈസ്. കേരള ജനക്കൂട്ടമേ നിങ്ങളിത് കാണുക. ഡോഡ്ജ് ചാർജറാണത്. ഇത് ഏതാ മോഡൽ എനിക്കറിയാം. ഡോഡ്ജ് ചാർജറാണോ? അല്ല ഡോഡ്ജ് ചാർജറല്ല. ഇത് മറ്റേ വണ്ടി SRTയോ എനിക്ക് അറിഞ്ഞൂടാ. ഡോഡ്ജ് ചാർജർ നമ്മൾ നേരത്തെ കണ്ടത്. ഇത് ഡോഡ്ജിൻ്റെ തന്നെ വേറെ സാധനം. ഇതിൻ്റെ പേര് കറക്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. മോനി കിട്ടുന്ന സാധനം ചലഞ്ചർ. അത് തന്നെ, അത് ഡോഡ്ജ് ചാർജർ. ചലഞ്ചർ തന്നെയില്ല അത് ചാർജറാണോ? എന്തായാലും നിങ്ങൾ വീഡിയോ വരുമ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് കണ്ടോളൂ. ഞാൻ വെറുതെ ഏറി കയറുന്നില്ല. പക്ഷേ ഇത് കണ്ടോ മോനെ, കേരളത്തിലൊക്കെ എന്ത് ഫാൻ ബേസുള്ള സാധനം. അതെ അവിടെ റേഞ്ച് റോവർ കിടക്കണം. ഇതേത് വണ്ടി? ഇത് പോർഷയുടെ ഏത് സാധനം കേട്ടോ. ഇത് പോർഷയുടെ എന്തോ വണ്ടി. എന്നാലും ഇത് കേരളത്തിലുള്ള ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, എത്ത് ഫാൻ ബേസുള്ള സാധനം ഇതൊക്കെ. ഡോഡ്ജ് അതുപോലെ GT ഒക്കെ ഇതൊക്കെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ രാജാവിനെ പോലെ കൊണ്ടു നടക്കും. ഇതൊന്നും അറിയാതെ കാരണം കിളി പോയ പോലെ എൻ്റെ കൂടെ ഇരിപ്പോട്ടെ. ഇതുപോലെ നീ അറിയുന്നുണ്ടോ? ഇതൊക്കെ കേരളത്തിൽ ഫാൻ ബേസുള്ള വണ്ടി. അത് കൊച്ചിനെന്തായാലും പഴുത്തിരിക്കും. ചൂടത്ര നടന്ന് പഴുത്തത്. ക്യാമറയൊക്കെ പിടിക്കാൻ വേണ്ടി. നീ ഇപ്പോൾ വ്ളോഗ് ചെയ്യാറായിട്ടില്ല, ആകുമ്പോൾ പറയാം. ഓക്കെ. ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒച്ച കിടന്നത്. നമ്മളെ പരിചയമുള്ളവർ എന്തായാലും മലയാളം മനസ്സിലാകണവരുണ്ടാകില്ല. ഉണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല. ഉണ്ടെങ്കിൽ ഞാൻ ഏറില്ല, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് വീണ്ടും പോകാം. നമുക്ക് നടന്ന് ഞാൻ ശരിക്കും തീർന്നു. പദം നിന്നെൻ്റെ ഞാൻ ഇത്ര ഇപ്പോഴും റൂമിൽ ഇരിക്കുന്ന കാരണം നടക്കാറില്ലല്ലോ അധികം. നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ രാത്രി നടക്കാറുണ്ട്. അതിൻ്റെ വ്ളോഗും വീഡിയോ ഒന്നും എടുക്കാതിട്ടാണ് മനഃപൂർവ്വം. ഞാൻ രാത്രി ഇതുപോലെ ഒരു നൈസായിട്ട് ഒരു 8-9 മണി 8 മണിയൊക്കെ, അതായത് ഇവിടുത്തെ 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ നടക്കും. ഇപ്പോൾ നാട്ടിൽ എത്ര മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടിൽ 8-5 ഇവിടെ എനിക്ക് തോന്നുന്നു അല്ല 6 മണി 7 മണി അങ്ങനെ ആയിക്കണം. 6:30 ആയിക്കണം. നേരെ ഇട്ടിട്ടില്ല 6:30 തോന്നുന്നു. നാട്ടിൽ ഇപ്പോൾ 8 മണിയായിട്ടുണ്ട്. സോ ഇവിടുത്തെ 8 മണിക്ക് ഞാൻ ഇവിടെ കൂടെ നടക്കാറുണ്ട്. അപ്പോൾ നാട്ടിലൊരു 10 8 9 10 8:30 ആയിക്കണം. ആ സമയത്ത് നമ്മൾ ഇവിടെ കൂടെയൊക്കെ നടക്കാറുണ്ട്. ഞാൻ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവളും ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. അയ്യോ എനിക്ക് തിരിക്കാൻ ഇവൾ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇന്നലെ. അതല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് നടക്കാറാണ്. ഇത് അവിടെ ദൂരെ നിന്നൊരു വണ്ടി വരുന്നു. എന്തോ അത് പൈസ ഒരു സാധനം പോകണം നോക്ക്. ടൊയോട്ട സൂപ്പറാണോ അത്? ഐസ് ആ പോയത് ഏത് വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൂപ്പറാണെന്നാണ് തോന്നുന്നത്. ടൊയോട്ട ഏതൊരു സാധനം. ടൊയോട്ടൻ്റെ സൂപ്പർ മാത്രമേ നമ്മൾക്ക് അറിയത്തുള്ളൂ. വേറെ വണ്ടിയൊന്നും അറിയത്തില്ല. അവിടെ കൊണ്ട് പാർക്ക് ചെയ്തത് കിട്ടുന്ന സാധനം. ഇങ്ങനത്തെ എല്ലാ വണ്ടിയും കിടപ്പുണ്ട് ഇവിടെ. പൊട്ടി പിടിച്ച് വെറുതെ കിടപ്പുണ്ട്. ഡോഡ്ജ് ഡോഡ്ജ് എന്ന് GT നിസാൻ GT കിടക്കണേ.
എൻ്റെ മോനതെ അൽഗാദർ സ്ട്രീറ്റിലാണ് നമ്മൾ. അൽഗാദർ സ്ട്രീറ്റിൽ തെരുവോരങ്ങളിൽ കൂടെ ആണ് നമ്മൾ ഈ മുണ്ട് മടക്കി കുത്തി. മടക്കാൻ കുത്താൻ പറ്റത്തില്ല. സോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിവിടെ മടക്കി കുത്തൽ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളങ്ങനെ ചെയ്യുന്നില്ല. വേറെ നാട്ടിൽ കയറി നമ്മൾ കൂടുതൽ ഷോ കാണിക്കുന്നത് ശരിയല്ല. എനിക്ക് അടിയുണ്ട പറയാനുള്ള ഭാഷ പോലും അറിഞ്ഞൂടെ അവന്മാരോട്. അതുകൊണ്ട് നമ്മൾ മടക്കി കുത്തുന്നില്ല. എങ്കിലും സാധാരണ രീതിയിൽ നമ്മളിവിടെ കൂടെ നമ്മളൊരു അപ്പിയറൻസ് റിയാക്ഷനൊക്കെ എടുക്കാം. എന്തോ കാര്യമായിട്ട് അവൾ പറയുന്നുണ്ട്. ഒക്കെ വെയിലത്ത് നടന്ന് ഇതായി. എന്തായാലും ഇതിൻ്റെ പ്രശ്നം അത് തന്നെ പറഞ്ഞ മോശമായിപ്പോൾ. എന്നാലും അപ്പോൾ നമുക്കപ്പോൾ പോകാം. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. എന്താ നമ്മൾ ഇതിന് മുമ്പ് നടന്ന നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വണ്ടി, ദൈത്യ വണ്ടിയാണ്, മറ്റേ BYDയുടെ വണ്ടിയാണ് പോണത്. അയ്യാ നമ്മൾ മറ്റേ ഇപ്പുറത്ത് വന്നു. നമ്മളിതാണ് നമ്മുടെ ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിച്ചത്. അപ്പോൾ 2-3 ഷോർട്ട് കട്ട് നമ്മൾ കുറച്ച് ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കാണെങ്കിൽ ഒട്ടും വയ്യ. ചൂടിൻ്റെ പ്രശ്നമാണ്. നല്ല ചൂടാണ് കേട്ടോ. ഞാൻ അറിയുന്ന വിചാ അത് തന്നെ ഭയങ്കര ചൂടാണ് ഭയങ്കര. ഭയങ്കര ചൂടാണല്ലേ. അയ്യോ ഭയങ്കര ചൂടാണ്. അപ്പം ഒരാൾക്ക് ചൂട് നല്ല രസമാണ്. അങ്ങോട്ട് മറിയിക്കാം. നല്ല ചൂടുണ്ടാ? നിങ്ങൾ കാണുമ്പോഴല്ലേ നല്ല ചൂടുണ്ട്. അയ്യോ ഇത് ഏതോ പെരയുടെ മതിലുമേൽ വന്ന് നിൽക്കുകയാണ്. നമുക്കെന്തായാലും ഇത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് എന്തെങ്കിലും നമുക്ക് വീട്ടിലേക്ക് നടന്ന് കയറാം. ഒരാൾക്കാണെങ്കിൽ ഒട്ടും പറ്റണില്ല. ക്ഷീണമൊക്കെ ആയത്. എൻ്റെ മേത്തൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കപ്പം ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് എൻഡ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാനിങ്ങനെ ചെറുതായിട്ട് നടക്കാറുന്നതിൻ്റെ വീഡിയോ മാത്രം എടുക്കുന്നതേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഇനിയും നടക്കാറുമ്പോൾ മറ്റേ മുണ്ടെടുത്ത് നമ്മൾ റിയാക്ഷൻ എടുക്കുന്നതാണ്. ഒരാൾ എൻ്റെ മേത്ത് താന്തത് ഇത് നേരെ ഇരി നമുക്ക് വീട്ടിൽ പോകണ്ടേ. അപ്പോൾ ഒരു എൻ്റെ പറഞ്ഞു അതിൻ്റെ പറഞ്ഞു ടാറ്റ പറഞ്ഞേ. ആൾ ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗ് ആയിട്ട് വരാം. ബൈ ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഡാർക്ക് സ്റ്റാർ സൈനിങ് ഔട്ട്. ബൈ പറയുമോ? ഒരു ബൈ പറയുമോ? തനുക്കുട്ടോ ചുമ്മാണി നല്ല ടയർഡാണെന്ന് തോന്നുന്നു. ആൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മുഖമൊക്കെ വെള്ളം തീർത്ത്. ബൈ പറ ഇല്ലേ? അപ്പോൾ ബൈ.